ഈ ആശാരി ഉണ്ടാക്കി കൊടുത്ത വിഗ്രഹം ഒരാൾ തട്ടിയാൽ മറിഞ്ഞു വീഴും. അത് ഭിത്തിയിൽ ഇരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മളൊക്കെ അങ്ങനല്ലേ? നമ്മുടെ വീട്ടിലെ യേശുവിന്റെ ആയാലും മറിയത്തിന്റെ ആയാലും പുണ്യവാളന്മാരുടെ ആയാലും രൂപം കൊണ്ട് വന്നപ്പോൾ അത് തറയിൽ വീഴാതിരിക്കാൻ എന്ത് ചെയ്യുന്നു? ഭിത്തിയിൽ ഒരു ആണി അടിക്കുന്നു. അല്ലെങ്കിൽ ഒരു രൂപക്കോട് ഉണ്ടാക്കി അതിനകത്ത് എന്ത് ചെയ്യും? വാങ്ങിയ വിഗ്രഹത്തെ വെക്കും. എന്നിട്ട് അതിനകത്ത് ചെറിയ ചെറിയ ലൈറ്റൊക്കെ കൊടുത്ത് ഇങ്ങനെ മിന്നിച്ചുകൊണ്ടേയിരിക്കും. അതിനെ വെള്ളിയും പൊന്നും കൊണ്ട് അലങ്കരിക്കുന്നു. അത് ഇളകിപ്പോകാതിരിക്കേണ്ടതിന് അവർ അതിനെ ആണിയും ചുറ്റിയേയും കൊണ്ട് ഉറപ്പിക്കുന്നു. അവ ദൈവം പറയാണ്, അവ വെള്ളരിത്തോട്ടത്തിലെ ഒരു കോലം പോലെയാണ്. വെള്ളരിത്തോട്ടത്തിൽ കണ്ണുപെടാതിരിക്കാൻ വേണ്ടി ഒരു കമ്പ് കുരിശു പോലെ കെട്ടിക്കൊണ്ട് അതിനകത്ത് കച്ചി ചുറ്റി അതിനകത്തൊരു ഉടുപ്പും മുണ്ടും ഉടുപ്പിച്ച് നിർത്തുന്ന ഒരു കോലം ഉണ്ടല്ലോ. ജാതികൾ ഉണ്ടാക്കി ആരാധിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന വിഗ്രഹം ദൈവത്തിന്റെ ദൃഷ്ടിയിൽ എന്താണ്? അതുപോലെയാണ്. അവ സംസാരിക്കുന്നില്ല. സംസാരിക്കോ? ഈ ഉണ്ടാക്കി വെക്കുന്ന വിഗ്രഹങ്ങള് ക്ഷേത്രങ്ങളിലാകട്ടെ പള്ളികളിലാകട്ടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വിഗ്രഹം അവിടെ ചെന്ന് എന്തെങ്കിലും പറഞ്ഞാൽ അത് തിരിച്ചു പറയോ? എന്താണ് പറയാത്തത്? അതിന് ജീവനില്ല, അതിന് നാവില്ല. അതിന്റെ അകത്ത് കമ്പിയും സിമെന്റുമാണ്. അത് കല്ലാണ്. അതിന് കണ്ണ് വരച്ചു വെച്ചിരിക്കുകയാണ്. അതിന് മൂക്ക് വരച്ചു വെച്ചിരിക്കുകയാണ്. ചപ്പിയ മൂക്ക് ഇങ്ങനെ വരച്ചു വെച്ചിരിക്കുക. അതിനകത്തൊരു മൂക്കൂത്തിയും വെച്ചത്. അന്ന് അതിന് ചുണ്ട് വരച്ചു വെച്ചിരിക്കുകയാണ്. ലിപ്റ്റിക്ക് തേച്ച് വെച്ചിരിക്കുന്ന അണക്കോലാണ് ചിന്തൂരെ തേച്ച് വെച്ചിരിക്കുക. വേണമെങ്കിൽ കത്തോലിക്കരിപ്പം മാതാവിന് എന്ത് കൊടുക്കും? സാരിയും ഉടുപ്പിക്കും, ബ്ലൗസും ഇടും. വേണമെങ്കിൽ എന്ത് ചെയ്യും? ഒരു പൊട്ടും വെച്ചു. ഒരു വിദേശ രാജ്യത്ത് ഒരു മാസത്തില് മാതാവിന്റെ രൂപം എന്താകും? കാളി രൂപമായിട്ട് മാറും. ആ ദേശത്തിലുള്ള ആളുകൾ വന്ന് ആ പള്ളിയിൽ രൂപമെടുത്ത് അപ്പുറത്ത് കൊണ്ടുപോയിട്ട് വേഷം മാറ്റും. കറുത്ത ആ പെയിന്റൊക്കെ അടിച്ചിട്ട് അതിനെ എന്ത് ചെയ്യും? 9 മാസം മാതാവായിട്ട് പള്ളിയിൽ ഇരുന്ന രൂപം പിന്നെ കുറെ കഴിയുമ്പോൾ എന്താകും? കാളി വിഗ്രഹമായി മാറും.